കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാരോട് അവരോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാണ്ട്. നിങ്ങളിങ്ങനെ ചീറ്റിംഗ് കേസ്, വിസ തട്ടിപ്പായിക്കോട്ടെ, സാമ്പത്തിക ഇടപാടായിക്കോട്ടെ, ഈ 3,45,000 മുകളിലുള്ള എല്ലാ കേസുകളും ഞങ്ങൾ ട്രീറ്റ് ചെയ്ത പോലെയാണോ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? അതായത് ജില്ല കടന്ന് അവിടെ വന്ന് അവിടെ നിന്ന് ഇവിടുന്ന് പിടികൂടിക്കൊണ്ടെന്ന് വരുന്ന വഴിക്ക് ചാനലുകാരെ അറിയിച്ച് അതൊക്കെ ഞാൻ ക്ഷമിച്ചു. ഓക്കെ, സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞു. ആരുടെ സമ്മർദ്ദം സാറേ ഉണ്ടായിരുന്നത്? ഡിവൈഎസ്പിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞു പോയി പറഞ്ഞപ്പം ഡിവൈഎസ്പി സാറിനെ വിളിച്ചപ്പം സാറ് പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ ഇപ്പുറത്തെ ജനലിന്റെ ഇപ്പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ചീറ്റിംഗ് കേസ് സാർ അന്വേഷിച്ചു, സമ്മതിച്ചു, സാറിന്റെ ഡ്യൂട്ടിയാണ് അല്ലേ? ഞാൻ അവിടെ മുൻകൂർ ജാമ്യത്തിന് വെച്ച് സാറിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സാറോട് പറഞ്ഞു, ബിബിൻ ജോർജിന്റെ പേര് പറഞ്ഞു. പിന്നെ ബിബിൻ ജോർജിന്റെ കഥ ഇവിടെ പറയുന്നത്. പിന്നെ സാർ കൂടെ അറസ്റ്റ് ചെയ്തവരെ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ അവരെ കണ്ടിട്ടുണ്ടോ സാറേ? പിന്നെ സാറോട് ഞാൻ ചോദിച്ചു, സാറേ ബാക്കി പൈസ 3,45,000 ഒക്കെ IHS അടച്ചതാണ് എന്റെ കെട്ടിയോന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന്, ബാക്കി പൈസ എന്റെ ഇവിടെ, അതൊക്കെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തു പോയിന്ന്. ഓക്കെ സാറേ, ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായി. ഇത്രയും വരെ ഞാൻ ഓക്കെ, ആളുകൾക്ക് കേട്ടാലും ഓക്കെ, സാറിന്റെ കടമ ചെയ്തു, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ചെയ്തു, ഡ്യൂട്ടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാറ് എന്റെ ഹസ്ബൻഡിന് ജാമ്യത്തിൽ നിന്ന വ്യക്തിനെ 11 മണിക്ക് കോടതിയിൽ ആൾക്ക് ഹാജരാവണം. ഈ 11 മണിക്ക് കോടതിയിൽ ഹാജരാവേണ്ട വ്യക്തിനെ സാറ് 11 മണിയായപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. സാർ എന്താ അയാളോട് ചോദിച്ചത്? കേൾക്കണോ? എന്താണ് ആളുടെ വായി തന്നെ എന്താ ചോദിച്ചത്? എന്നോട് ചോദിച്ചത് അവർക്ക് ഹോട്ടൽ നമ്പർ 81 ഹോട്ടലുമായിട്ട് എന്താ ബന്ധം, അവരെ കുറെ പൈസ തട്ടിയെടുത്തായിട്ട് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അതിനെ കുറിച്ചാണ് കൂടുതൽ ചോദിച്ചത്. സാറേ ഉളുപ്പുണ്ടോ? സാറേ ഉളുപ്പ്! സാർക്ക് വിസ തട്ടിപ്പാണ് സാറിന്റെ പേരിൽ വന്നെങ്കിൽ സാർ വിസ തട്ടിപ്പിനെ പറ്റി അന്വേഷിക്കണം, നമ്പർ 80 പറ്റി അല്ല അന്വേഷിക്കേണ്ടത്. സാർക്കറിയോ? ഇനി ഒരു കാര്യം, 3,45,000 സാർ ഇതല്ലേ ട്രീറ്റ് ചെയ്തത്? 14 ലക്ഷത്തിന് എന്നെ വിസ തട്ടിച്ച എന്റെ സഹോദരിക്ക് എന്ന് പറഞ്ഞ വിസ തട്ടി ബിബി ജോർജിന്റെ അക്കൗണ്ടിലേക്ക് എന്നെ ഇട്ട് കൊടുത്തത്. കംപ്ലൈന്റും കൊണ്ട് ഞാൻ വരും. സാറ് കർമ്മനിരതനായ പോലീസുകാരനല്ലേ? അന്വേഷിക്കണം, അറസ്റ്റ് ഉണ്ടാവണം, ചാനലിൽ നിറയണം. ഇത്രയൊക്കെ ചാനലിട്ട് അപമാനിക്കാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഇനി 3,45,000 കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബം വെച്ച് കൊടുക്കും സാറേ, കൊടുക്കാനുള്ളതാണെങ്കിൽ. മനസ്സിലായോ? ഇതിന്റെ ചെയ്ത പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് ഞാൻ ഉരുകി എന്റെ ശരീരത്ത് നിർത്തും, മനസ്സെത്തുന്നില്ല. മനസ്സിലായോ? ഇതിനൊക്കെ അനുഭവിക്കാതെ പോകൂല സാറേ. നീതിയൊന്നും എനിക്ക് വേണ്ട. ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കോടതിയിൽ കൂട്ടുനിന്നവർ ഓരോരുത്തരായിട്ട് എണ്ണി 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 അനുഭവിക്കും. മനസ്സിലായോ? ചാനലുകാരെയൊക്കെ വിളിച്ചു പറയും, എന്താ ശുഷ്കാന്തിയാണ്, ഇതൊക്കെ ആരെ ചെയ്തെന്ന് ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? എന്റെ കെട്ടിയോനെ കൊണ്ടുവന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചാനലുകാരെ എന്നെ വിളിച്ച് അറിയിക്കേണ്ട അടുത്തൊക്കെ അറിയിച്ചായിരുന്നല്ലോ അല്ലേ? അറിയട്ടെ. കൽപ്പറ്റ സ്റ്റേഷൻ 3,45,000 മുകളിൽ വരുന്ന കേസുകളൊക്കെ ഇതുപോലെയാണ് കൽപ്പറ്റ സ്റ്റേഷനിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനും ഒന്ന് അറിയട്ടെ. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ല. സാറേ, മേപ്പാടി സ്റ്റേഷനിൽ ടോണി എന്നുള്ള പോലീസുകാരൻ എന്തിനാണ് കൽപ്പറ്റ സ്റ്റേഷനിലുള്ള പരാതിന്റെ മേലെ അടിക്കടി വിളിക്കേണ്ട ആവശ്യം? അയാൾക്ക് എന്താണ് ഇതിനുള്ള ഇൻവോൾവ്മെന്റ്? എന്താണ്? ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അന്യയുടെ ഉണ്ടെങ്കിൽ ഓരോരോ സോഷ്യൽ മീഡിയയിൽ ഇതേകണക്കത്തുള്ള വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേകണക്ക് തന്നെ തൻ്റെ കുടുംബത്തെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് പേര് അധികാരത്തിൽ ഇരിക്കുന്നവർ തന്നെ തങ്ങളെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. താൻ ചെറിയൊരു കേസിൻ്റെ പിറകെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പേരിലാണ് മെയിനായിട്ടുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ദ്രോഹിക്കുന്നതെന്നുള്ള രീതിയിലാണ് അന്നേ വീഡിയോ പറയുന്നത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ നടക്കുവാന്നോ അല്ലയോ നമുക്കറിയില്ല. ഇവരിങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ സത്യമാണെങ്കിൽ അത് അത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് പേരിങ്ങനെ അധികാരത്തിൽ ഇരിക്കുന്നവർ ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇത് കണക്ക് നിയമത്തിലോ അതോടെ തന്നെ കോടതിയിലോ എല്ലാം വിശ്വാസത പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഭയങ്കര കഷ്ടപ്പാടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ വേറെ ഒരു വഴിയില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇങ്ങനത്തെ ഒക്കെ വരുന്നതെന്ന് പറയുന്നത്.